IELTS നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യണോ? ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ടിപ്പുകൾ അറിഞ്ഞു വെക്കണം. ഒന്നാമത്തേന്ന് പറയുന്നത് സംസാരിച്ച് തന്നെ പഠിക്കുക. IELTSൽ നമുക്ക് ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ സ്പീക്കിംഗ് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് നമ്മൾ സംസാരിച്ച് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ പരീക്ഷയെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കുക. ക്ലാരിറ്റി നമുക്ക് മസ്റ്റായിട്ട് വേണം. പിന്നെ അടുത്തത് നമ്മൾ വളരെ ഓതന്റിക് ആയിട്ടുള്ള സോഴ്സുകൾ മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ സോഴ്സുകളുണ്ട്. കേംബ്രിഡ്ജിൻ്റെയും അല്ലെങ്കിൽ IDPയുടെ ഒക്കെ സോഴ്സുകളുണ്ട്. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ഇപ്പം നമ്മൾ റൈറ്റിങ്ങിന് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം ഒരു ആൻസർ എങ്കിലും നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പിന്നെ റീഡിംഗ് ആണെങ്കിൽ ഇത് ഫുൾ വായിച്ചു നോക്കാണ്ട് സ്കിപ്പ് ചെയ്ത് റീഡ് ചെയ്യാനുള്ള ഒരു ലെവലിലോട്ട് നമ്മൾ എത്തണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് മൊത്തം കുത്തിന്ന് വായിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു സ്കിപ്പ് റീഡിങ് ടിപ്സും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കാര്യം എന്താണെന്ന് മനസ്സിലാകുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് ആൻസർ എഴുതാനും പറ്റും. അതിനൊരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് നേരെ പാസേജിലോട്ട് പോവുക. അതൊരു നല്ല ടിപ്പായിരിക്കും. പിന്നെ അടുത്ത് വരുന്നത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് സ്പീക്കിംഗ് ക്ലബ്ബുകളിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് സ്പീക്കിംഗ് ക്ലബ്ബുകളുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് നമ്മൾ സംസാരിച്ച് ഫീഡ്ബാക്കുകൾ എടുക്കുക. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പോഡ്കാസ്റ്റുകൾ കേൾക്കുക, പിന്നെ അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുക. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് വൊക്കാബുലറി നല്ലപോലെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തെന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് തിങ്ക് ഇൻ ഇംഗ്ലീഷിൽ തന്നെ തിങ്ക് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് IELTS ഫസ്റ്റ് അറ്റംപ്റ്റ് ക്രാക്ക് ചെയ്യാനുള്ള ടിപ്സും ട്രിക്സും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.